വീണ്ടും ദൈവാസനതയിൽ വചനത്തിന്റെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം ഒരുക്കിയ സന്ദർഭത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ വൈകിട്ട് നാം ഏഞ്ചലോളജി അല്ലെങ്കിൽ ദൂതശാസ്ത്രം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചില പ്രാരംഭ പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ദൂതന്മാരുടെ ജീവിതത്തെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ക്രമീകൃത ദൈവശാസ്ത്ര വിഭാഗത്തിന് ദൂതശാസ്ത്രം എന്ന് പറയുന്നു എന്ന് നാം ഓർക്കുകയുണ്ടായി. വ്യത്യസ്ത നിലകളിലുള്ള ബൈബിൾ പഠന രീതികളെക്കുറിച്ച് നാം ഓർക്കുകയുണ്ടായി. അതിൽ ക്രമീകൃത ദൈവശാസ്ത്രം അല്ലെങ്കിൽ വ്യവസ്ഥിത ദൈവശാസ്ത്രം അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ഒരു ശാഖയായി നമുക്ക് ഈ ദൂതശാസ്ത്രത്തെ കാണാനായിട്ട് കഴിയും. അതിൽ നാം ഓർക്കുകയുണ്ടായി, ദൈവദൂതന്മാരെ കുറിച്ചുള്ള വിവരങ്ങളുടെ ശരിയായ ഉറവിടം ബൈബിൾ മാത്രമാണ്. ദൂതന്മാർ ദൈവിക ത്രിയേകത്തിൽ നിന്നും വ്യത്യസ്തരാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ദൂതന്മാർ. ദൂതന്മാരെ ആരാധിക്കുവാനോ വണങ്ങുവാനോ പാടില്ല എന്നുള്ളത് നാം ഇന്നലെ ഓർക്കുകയുണ്ടായി. ദൈവമാണ് ദൂതന്മാരെ സൃഷ്ടിച്ചത്. ഈ ഭൂമിയെയും മനുഷ്യരെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൂതന്മാരെ സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർ വിശുദ്ധരായിരുന്നു. എന്നാൽ അതിൽ ചിലർ ദൈവത്തോട് മത്സരിക്കുകയും വീണുപോവുകയും ചെയ്തു എന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി. ദൂതന്മാരുടെ പ്രത്യേകതകൾ നാം കാണുകയുണ്ടായി. അവർ ആത്മീയ ജീവികളാണ്. അവർ വ്യക്തിത്വമുള്ളവരാണ്. അവർ മരിക്കുന്നില്ല, വിവാഹം കഴിക്കുന്നില്ല. അവർ എണ്ണമറ്റവരാണ്, ഇന്യൂമറബിൾ ആണ് എന്നീ കാര്യങ്ങളും നാം ഓർക്കുകയുണ്ടായി. ദൂതന്മാരുടെ കൂട്ടത്തിൽ പ്രധാന ദൂതൻ, കെരൂബുകൾ, സെറാഫുകൾ, അതുപോലെ തന്നെ സന്ദേശവാഹകരായിട്ടുള്ള ദൂതന്മാർ, ഇങ്ങനെയുള്ള ആ വിഭജനം നാം ഇന്നലെ കാണുകയുണ്ടായി. അതോട് ബന്ധപ്പെട്ട് പ്രായോഗികമായ ചില വസ്തുതകളും നാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഓർക്കുകയുണ്ടായി. ഇന്ന് പ്രാരംഭമായി ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് വിശുദ്ധ ദൂതന്മാരുടെ ശുശ്രൂഷകളാണ്. അതിൽ ഒന്നാമത് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൂതന്മാരുടെ ശുശ്രൂഷകൾ എന്തൊക്കെയാണ്. ഇതിലൊന്നാമത് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള ദൗത്യമാണ് ദൂതന്മാർ നിരന്തരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ 11ഉം 12ഉം വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-ഉം 1000 1000-ഉമായിരുന്നു. 10,000 10,000 1000 1000 എണ്ണമറ്റ ദൂതന്മാർ. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. ഒന്നാമത് ദൂതന്മാരുടെ ദൗത്യം എന്നുള്ളത് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. എണ്ണമറ്റ ദൂതന്മാർ നിരന്തരം ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ ഇന്നലെയും വായിച്ചതാണ്. അവിടെ നമ്മൾ കണ്ടത്, ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ നാം വായിച്ചത് സെറാഫുകൾ അവന് ചുറ്റും നിന്നു. എന്നിട്ട് നാം വായിക്കുന്നുണ്ട്, ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. നിരന്തരം സെറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയുടെ ഒരു ചിത്രമാണ് യെശയ്യാ പ്രവാചകൻ തന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ഒരു 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 കുറവും വരുത്താതെ അവരുടെ ദൗത്യം മനസ്സിലാക്കി അവര് ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവജനം എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ്. 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 ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും
ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 4-ാം അധ്യായത്തിൽ നമുക്ക് വളരെ പരിചയമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. God is spirit. Those who worship him must worship him in spirit and truth. ദൂതന്മാർ നിർവിഘ്നം തടസ്സം കൂടാതെ ദൈവത്തെ ആരാധിക്കുന്ന അവരുടെ ദൗത്യം തുറന്നുകൊണ്ടിരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വവും ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്, ദൈവം ആത്മാവാകുന്നു. ആരെക്കുറിച്ചാ പറയുന്നത്? ദൈവം ആത്മാവാകുന്നു എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ അവിടെ യേശുക്രിസ്തു സൂചിപ്പിക്കുന്നത് പിതാവായ ദൈവത്തെ കുറിച്ചാണ്. നോക്കിയേ, എന്റെ തൊട്ട് മുമ്പിലത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, 23-ാം വാക്യം, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലെ സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ആ പശ്ചാത്തലം നമുക്കൊക്കെ അറിയാം. ശബരിക്കാരത്തെ സ്ത്രീയോട് കർത്താവ് ഇടപെടുകയാണ്. അന്നേരം പറയുകയാണ്, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. ദൈവം ആത്മാവാകുന്നു, അവരെ നമസ്കരിക്കുന്നവർ, ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കാം. ആ 23-ന്റെ ലാസ്റ്റ് സെന്റൻസ്, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ഇംഗ്ലീഷിൽ അത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ഫാദർ സീക്സ് such to worship him. തന്നെ ഇങ്ങനെ ആരാധിക്കുവാൻ, തന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ പിതാവായ ദൈവം അന്വേഷിക്കുന്നു. ഫാദർ സീക്സ് such to worship him. തന്റെ ഹിതപ്രകാരം തന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടതിന് ഒരു കൂട്ടം ജനത്തെ അന്വേഷിക്കുന്നു. എന്തിനാ ദൈവം അന്വേഷിക്കേണ്ടി വന്നത്? ദൈവം അങ്ങനെ അന്വേഷിക്കേണ്ടി വന്നതിന്റെ കാരണം നാം ബൈബിളിൽ കാണുന്നു. റോമാലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ദൈവം പൊതുവായ വെളിപ്പാട് നൽകി. പ്രകൃതിയിൽ കൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തി. ഈ ഭൂമിയിലെ സകല ജാതികൾക്കും തന്നെക്കുറിച്ചുള്ള വെളിപ്പാട് ദൈവം നൽകിയിട്ടും ആ ദൈവത്തെ അറിഞ്ഞ ഈ ലോകത്തിലെ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ചില്ല. നോക്കിയേ, റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതിന്റെ 19-ാമത്തെ വാക്യം, ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടത് തന്നെ. 21-ാം വാക്യം, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. നോക്കുക, ദൈവത്തിന്റെ സൃഷ്ടികളിൽ കൂടെ, ദൈവത്തിന്റെ പ്രവൃത്തികളിൽ കൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടും ആ ദൈവത്തെ അന്നത്തെ ജനം മനസ്സിലാക്കിയിട്ടും നാം ഇവിടെ വായിച്ചത് എന്താ? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളയും. കണ്ണു തുറന്ന് നോക്കിയാൽ ഇത് നമുക്ക് ചുറ്റുപാടും കാണാനായിട്ട് സാധിക്കും. നമുക്ക് ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടും പ്രകൃതിയിൽ കൂടെ തന്റെ സൃഷ്ടിയിൽ കൂടെ ദൈവം തന്നെ കുറിച്ച് വെളിപ്പാട് നൽകിയിട്ടും ഈ ലോകത്തിലെ ജാതികൾ ദൈവത്തിന്റെ മഹത്വം കൊടുത്തില്ല, ദൈവസന്നിധി സ്തോത്രം അർപ്പിച്ചില്ല, നന്ദി കാണിച്ചില്ല. എന്നിട്ട് എന്താ ചെയ്തത്? ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യരൂപമാക്കി, പക്ഷിയുടെ രൂപമാക്കി, നാൽക്കാലിയുടെ രൂപമാക്കി, ഇഴജാതിയുടെ രൂപമാക്കി അതിന്റെ മുമ്പിൽ
വണങ്ങിപ്പോന്നു. അതുകൊണ്ട് ദൈവം ഒരു കൂട്ടം ജനത്തെ അന്വേഷിച്ചു. ദൈവം ഒരു കൂട്ടം ജനത്തെ തെരഞ്ഞെടുത്തു. അതാരാ? ഇസ്രായേൽ മക്കൾ. ദൈവം പ്രത്യേക വെളിപ്പാട് നൽകി, ദൈവം ന്യായപ്രമാണം നൽകി, പ്രകൃത്യാതീത വെളിപ്പാട് നൽകി ഒരു ജാതിയെ, ഇസ്രായേൽ ജനത്തെ തനിക്കായിട്ട് തെരഞ്ഞെടുത്തു. എന്തിനാ? ദൈവത്തെ ആരാധിക്കാനാ. എന്നാൽ അവരാരാധിച്ചോ? നോക്കിയേ, മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം, അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? അതിന്റെ 6-ാമത്തെ വാക്യം. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെ കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചു ശരി. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയമെങ്കിൽ നിന്ന് ദൂരത്തകന്നിരിക്കുന്നു. മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. ദൈവത്തെ ആരാധിക്കാൻ വ്യക്തമായ പ്രമാണം നൽകി, ന്യായപ്രമാണം നൽകി. ദൈവം ഒരു കൂട്ടം ജനത്തെ തനിക്കായിട്ട് തെരഞ്ഞെടുത്തപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? അവർ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്തകന്നിരിക്കുന്നു. മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. ദൈവം പൊതുവായ വെളിപ്പാട് നൽകി അത് സ്വീകരിച്ചവരും, പ്രത്യേക വെളിപ്പാട് നൽകി അത് സ്വീകരിച്ചവരും ദൈവത്തെ ആരാധിക്കേണ്ട നിലയിൽ ആരാധിക്കാതിരുന്നപ്പോൾ ഇവിടെ കർത്താവ് പറയുക, ഫാദർ seeks us to worship him. തന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഒരു കൂട്ടം ജനത്തെ ദൈവം അന്വേഷിച്ചു. ആ അന്വേഷണത്തിന്റെ കണ്ടെത്തലാണ് ദൈവത്തിന്റെ സഭ. ആ അന്വേഷണത്തിന്റെ കണ്ടെത്തലാണ് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞാനും നിങ്ങളും. നാം ദൈവത്തെ ആരാധിക്കേണ്ട നിലയിൽ ആരാധിക്കുന്നുണ്ടോ? ആത്മാവിലും സത്യത്തിലും നാം ദൈവത്തെ ആരാധിക്കേണ്ടവരാ. നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ നാം ദൈവത്തെ ആരാധിക്കേണ്ടവരാ. സത്യമെന്ന വചനത്തിൽ കൂടെ, സത്യമെന്ന യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കേണ്ടവരാണ്. അത് വിശ്വസ്തമായി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവവചനത്തിന്റെ പ്രമാണത്തിൽ നിന്നുകൊണ്ട് അത് ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതെത്രമാത്രം വിശ്വസ്തമായി ഞാനും നിങ്ങളും നിർവഹിക്കുന്നു എന്നുള്ളത് ഒന്ന് വിചിന്തനം ചെയ്യുവാൻ നമ്മുടെ ഈ ക്ലാസ് മുഖാന്തരമായി തീരട്ടെ. ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അവരത് വിശ്വസ്തമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ശുശ്രൂഷ എന്നുള്ളത് ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൂതന്മാരുടെ രണ്ടാമത്തെ ശുശ്രൂഷ എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് അത് വേഗത്തിൽ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുവാൻ ശ്രദ്ധിക്കുന്നവരാണ്, അനുസരിക്കുന്നവരാണ് വിശുദ്ധ ദൂതന്മാർ. 103-ാം സങ്കീർത്തനത്തിന്റെ 20-ാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നു, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി ദൈവത്തിന്റെ ദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കുന്നവരാണ് ദൈവത്തിന്റെ ദൂതന്മാർ. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തതായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിൽ താൻ കടന്നു വന്ന സന്ദർഭത്തിലുള്ള ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൂതന്മാരുടെ ശുശ്രൂഷകൾ കാണാനായിട്ട് കഴിയും. അതിലൊന്ന് യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൂതന്മാരുടെ ശുശ്രൂഷ കാണാനായിട്ട് സാധിക്കും. ലൂക്കോസ് 1:26-27. ലൂക്കോസ് 1:26-27 അവിടെ നമ്മൾ വായിക്കുന്നു, 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള അറിയിപ്പ്
മറിയയ്ക്ക് നൽകുന്നതിന് ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചു. അത് ദൂതന്മാരുടെ ശുശ്രൂഷയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി മത്തായി 2:13 നമ്മൾ വായിക്കുന്നു, അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയുന്നത് വരെ അവിടെ പാർക്കുക. ഹേരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ അന്വേഷിച്ച് വിദ്വാൻമാർ കടന്നു വന്നപ്പോൾ അത് തന്റെ രാജത്വത്തിനൊരു ഭീഷണിയാകുമോ എന്നുള്ള ഭയത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് ആ സന്ദർഭത്തിൽ എന്താ സംഭവിച്ചത്? കർത്താവിന്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട് പറയുകയാ, നീ ശിശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് മിസ്രയീമിലേക്ക് ഓടിപ്പോകുക. അങ്ങനെ തന്നെ ആ ദൂതന്റെ നിർദ്ദേശമനുസരിച്ച് യോസേഫ് പോയി എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ആ ജനന വാർത്ത അറിയിക്കുന്ന ദൂതനെ കാണാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിന്റെ ബാല്യകാലത്തിൽ തന്നെ സംരക്ഷിക്കുവാനുള്ള നിർദ്ദേശം നൽകിയ ആ ദൂതനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് യേശുക്രിസ്തുവിനെ ശക്തിപ്പെടുത്തുന്ന ശുശ്രൂഷ. ഒരു മനുഷ്യനായി ഭൂമിയിലായിരുന്നപ്പോൾ നമ്മോടുള്ള നമ്മുടെ അതേ സ്വഭാവ വിശേഷതകളോടുകൂടെ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ ശക്തിപ്പെടുത്തുന്നതിന് ദൂതന്മാരുടെ ശുശ്രൂഷ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. മത്തായി 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നു, അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. യേശുക്രിസ്തുവിനെ ശക്തിപ്പെടുത്തുന്ന ശുശ്രൂഷയ്ക്ക് അവര് ഏർപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. മാത്രമല്ല ലൂക്കോസ് 22:43 ലൂക്കോസ് എഴുതിയ സുവിശേഷം അത് യേശുക്രിസ്തുവിന്റെ ഗത്സമനെ അനുഭവത്തോടുള്ള ബന്ധത്തിലൊരു വാക്യമാണ്. 22:43 അവിടെ നമ്മൾ വായിക്കുന്നു, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. അതിന്റെ മുമ്പിലത്തെ ഭാഗം നമുക്കറിയാം, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവിടെയാണ് നമ്മൾ വായിക്കുന്നത്, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ഇത്രയും കർത്താവ് ഭൂമിയിലേക്ക് വന്നത് തന്നെ പാപികൾക്ക് വേണ്ടി മരിക്കുന്നതിനാ. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും നാം എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ ദൗത്യത്തിന് വേണ്ടി വന്ന കർത്താവ് ആ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ആ പാപത്തിന്റെ ശിക്ഷ തന്റെ മേൽ ചുമത്തി പിതാവായ ദൈവം തന്നെ കൈവിടുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു നിമിഷം കർത്താവ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണം. ആ സന്ദർഭത്തിൽ കർത്താവിനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി. ഈ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനോടുള്ള ബന്ധത്തിലും നമുക്ക് ദൂതന്മാരുടെ ശുശ്രൂഷ കാണാനായിട്ട് കഴിയും. മത്തായി 28:5-6 വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്ന, ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വസ്തുത ആ യേശുക്രിസ്തുവിനെ കാണുവാൻ ചെന്ന ആ ശരീരത്തിന് പരിമള തൈലങ്ങളും ഒക്കെ വെക്കാനായിട്ട് കടന്നു എന്ന സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മാത്രമല്ല കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിലും നമുക്ക് ദൂതന്മാരുടെ ശുശ്രൂഷ കാണാനായിട്ട് കഴിയും. മത്തായി 25:31 വാക്യം, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ. കാരണം അതിന് 7 വർഷം മുമ്പും നമുക്ക് ദൂതന്റെ ശുശ്രൂഷ കാണാനായിട്ട് കഴിയും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇത്തരം ദൈവസഭയെ ചേർക്കുവാൻ
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. നമ്മെ ചേർക്കുവാൻ, സഭയെ ചേർക്കുവാൻ കർത്താവ് വരുന്ന വരവിലും അതിനുശേഷം 7 വർഷം കഴിഞ്ഞ് സഭയുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോഴും നമുക്ക് ദൂതന്മാരുടെ ശുശ്രൂഷ കാണുവാനായിട്ട് കഴിയും. ആ മഹോപദ്രവത്തിന് ശേഷമുള്ള വരവിന്റെ ഭാഗമാണ് മത്തായി 25:31 കാണുന്നത്. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അവിടെ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തിരിച്ച് ചെമ്മരിയാടുകൾക്ക് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശനം നൽകി, കോലാടുകളെ ന്യായം വിധിച്ച് നിത്യനരകത്തിലേക്ക് അയക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ കർത്താവിന്റെ മടങ്ങുവരവരെയുള്ള വ്യത്യസ്ത രംഗങ്ങളിൽ നമുക്ക് ദൂതന്മാരുടെ സാന്നിധ്യം, ദൂതന്മാരുടെ ശുശ്രൂഷ കാണുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മോടുള്ള ബന്ധത്തിൽ ദൂതന്മാരുടെ ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ദൂതന്മാരുടെ ശുശ്രൂഷകൾ, അതിലൊന്ന് നമ്മെ സംരക്ഷിക്കുന്ന ശുശ്രൂഷ ദൈവം ദൂതന്മാരെ ഭരമേൽപ്പിച്ചിരിക്കും. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ തന്റെ ജനത്തെ സംരക്ഷിക്കുന്ന ശുശ്രൂഷ ദൈവം ദൂതന്മാരെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 14 വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1:14 നമ്മൾ ഇന്നലെ അത് വായിച്ചതാണ്. എന്താ? ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലത് ഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും എപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? 14 അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ അല്ലയോ? നമ്മുടെ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന, നമ്മെ സേവിക്കുവാൻ, നമ്മെ ശുശ്രൂഷിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് ദൂതന്മാർ എന്ന് ആ എബ്രായ ലേഖനം 1:14 വാക്യത്തിൽ വചനം വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. മറ്റൊരു വാക്യം നമ്മൾ സാധാരണ കാണാതെ പഠിച്ചൊക്കെ പലരും ഓർത്തിരിക്കുന്ന ഒരു വാക്യമാണ് 91 സങ്കീർത്തനത്തിന്റെ 11-12 വാക്യങ്ങൾ. സങ്കീർത്തനം 91:11-12. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. നമ്മുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൂതന്മാർ നമ്മെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഈ തിരക്കുള്ള റോഡുകളിൽ കൂടെ ഞാനും നിങ്ങളും സഞ്ചരിക്കുമ്പോൾ എത്രയോ സാക്ഷ്യം നമുക്ക് പറയാനായിട്ട് കഴിയും. ദൈവം നമ്മെ എങ്ങനെ കരുതുന്നു എന്ന്. ഒരു ദിവസം തിരുവനന്തപുരത്ത് ആരാധന കഴിഞ്ഞ് മാവേലിക്കര അന്ന് വൈകിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അന്നേരം എനിക്കെന്തോ പനിയുടെ ഒരു ലക്ഷണം ഉണ്ട്. ഒരു സിട്രിസിൻ കഴിച്ചിട്ടാ ഞാൻ യാത്ര തുടങ്ങിയത്. പക്ഷേ അതൊന്നും ശ്രദ്ധിച്ചില്ല, സിട്രിസിന്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. അന്നേരം തിരുവനന്തപുരത്തുനിന്ന് വിട്ട് യാത്ര ചെയ്ത് വരുമ്പോഴേ ഉറക്കത്തിന്റെ ഒരു പ്രയാസം എനിക്കുണ്ടായി. ഇത് സാധാരണ ഉറക്കം വരുമ്പോൾ ഞാൻ വണ്ടിയിൽ ഇന്നങ്ങ് പാട്ട് പാടും, പിന്നെ ഉറക്കെ പ്രാർത്ഥിക്കും, പിന്നെ ചിലപ്പോൾ പ്രസംഗിക്കും. തന്നെ യാത്ര ചെയ്ത് വരുമ്പോൾ ഗ്ലാസ്സൊക്കെ ഇട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ മറ്റാരും കേൾക്കത്തില്ല, പക്ഷേ ഉറക്കം പോകാൻ അത് നമ്മെ സഹായിക്കും. എന്നാൽ അങ്ങനെ ഏതാണ്ട് 1.5 മണിക്കൂറോളം അടൂര് വരെ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അടൂർ ബൈപ്പാസിലേക്ക് കയറി പിന്നെ ഭയങ്കര ശബ്ദം കേട്ട് ഞാൻ കണ്ണു തുറന്നപ്പം ഞാൻ റോങ് സൈഡിൽ കൂടെ പോകുന്നു. എതിരെ വന്ന വണ്ടി ഞാൻ പോകുന്ന കണ്ടിട്ട് അങ്ങേ സൈഡിൽ കൂടെ എൻ്റെ ഇടത് ഭാഗത്തുകൂടെ പോകുന്ന കാഴ്ചയായി ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ ഒരു ആ അടൂർ ബൈപ്പാസിന്റെ ഒരു പകുതി ദൂരം ഓടിച്ചത് ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് അത് ക്ലിക്കായി. ഞാൻ റോങ് സൈഡിലാണ്, ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ പെട്ടെന്ന് വണ്ടി വെട്ടിക്കാനോ നിർത്താനോ ഒന്നും പോയില്ല.
ആ സൈഡിൽ കൂടെ പോയി എതിരെ അധികം വണ്ടി, ഉച്ച സമയമായതുകൊണ്ട് അധികം വണ്ടിയില്ലായിരുന്നു. പിന്നെ അടുത്ത ജംഗ്ഷനിൽ ചെന്ന് കുറച്ച് നടന്ന് ചായയൊക്കെ കുടിച്ച് യാത്ര തുടരാനായിട്ട് എത്രയോ പ്രിയപ്പെട്ടവർ ഉറങ്ങി. ഈ എതിരെയുള്ള വാഹനത്തിൽ ചെന്നിടിച്ച് ആൾക്കാർ മരിക്കുന്നു, വാഹനം തകരുന്നു, മരണം വഴിയായി മാറ്റപ്പെടുന്നു. മൈക്ക് അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അതേ നിലയിൽ ദൈവത്തിന്റെ ആ കരുതലിന്റെ, ആ ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ സാക്ഷ്യം പറയാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. പിന്നെ ഉറക്കമൊക്കെ വരുമ്പം ഞാനൊരു സൈഡിലോട്ട് വണ്ടി നിർത്തി ഒരു 10 മിനിറ്റ് ആ വണ്ടിയിൽ ഇരുന്നൊന്ന് ഉറങ്ങിയിട്ട് യാത്ര ചെയ്യാറ്. ഉറക്കം വന്നാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വണ്ടി നിർത്തി പ്രാർത്ഥിച്ചിട്ട് കുറച്ചു നേരം വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങിയിട്ട് 10 മിനിറ്റ് ഉറങ്ങിയാൽ മതി. പിന്നെ നമുക്ക് ഉറങ്ങാതെ വണ്ടി ഓടിക്കാനായിട്ട് കഴിയും. ദൈവം നമ്മെ സഹായിക്കും. ഒരിക്കൽ ഞാൻ സുവിശേഷ ധ്വനി മാസികയ്ക്കകത്ത് അതിൻ്റെ അവസാനത്തെ പേജിൽ പഴനിയിൽ TV സൈമൺ അങ്കിൾ എഴുതുന്ന ഒരു പരിപാടിയുണ്ട്. എല്ലാ ലക്കത്തിലും സുവിശേഷ ധ്വനിക്കകത്തുണ്ട്. ഒരു ഇല്ലസ്ട്രേഷൻ, ഒരു കഥ പറഞ്ഞ് അതിലൂടെ ഒരു സത്യം വിശദമാക്കുന്ന ഒരു ഭക്തിയാണ്. എനിക്കൊന്നൊരു 20 വർഷം മുമ്പ് അതിൽ അദ്ദേഹം എഴുതിയ ഒരു സംഭവമാണ്. ഒരു മിഷനറി തന്റെ ദേശം വിട്ട് മറ്റൊരു രാജ്യത്തിൽ പോയി സുവിശേഷ പ്രവർത്തനം ചെയ്യുകയാണ്. അന്നേരം അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ഫലമായിട്ട് അവിടെയുള്ള മദ്യപന്മാരും തെറ്റായ രീതിയിൽ ജീവിക്കുന്നവരുമൊക്കെ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായി തീർന്നപ്പോൾ ഈ മദ്യ കച്ചവടക്കാർക്ക് അവരുടെ കച്ചവടം നഷ്ടപ്പെട്ടു. പലതവണ പല നിലകളിൽ അദ്ദേഹത്തെ ആ സ്ഥലത്ത് നിന്ന് ഓടിക്കാനായിട്ട് അവർ ശ്രമിച്ചെങ്കിലും അതിൻ്റെയൊക്കെ മധ്യത്തിൽ അദ്ദേഹം അവിടെ പ്രവർത്തനം തുറന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അവരെല്ലാം കൂടെ തീരുമാനിച്ച് ഇന്ന് രാത്രിയിൽ നാം പോയി അവനെ, ആ മിഷനറിയെ കൊല്ലുക എന്നുള്ള തീരുമാനമെടുത്ത് അർദ്ധരാത്രിക്ക് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ അവരൊരു ടീമായിട്ട് ഈ മിഷനറി താമസിക്കുന്ന സഭാഹാളിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അവരങ്ങനെ ആ ഹോളിലേക്ക് പോകുമ്പോൾ ദൂരെ വെച്ച് തന്നെ ആ ഹോളിൽ നല്ല പ്രകാശം അവര് നിറച്ചെങ്കിൽ ലീഡർ പറഞ്ഞു ഗോ ഫോർവേഡ്, നമുക്ക് മുൻപോട്ട് പോകാം. അങ്ങനെ അല്പം കൂടെ മുമ്പോട്ട് പോയപ്പോൾ അവർക്ക് കാണാനായിട്ട് കഴിഞ്ഞത് നല്ല ശോഭയുള്ള 8 പേര് ഈ ഹോളിന് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാകുന്നു. അവർ ഭയപ്പെട്ട് അവരോടി അവരുടെ വീടുകളിലേക്ക് പോയി. എന്നാൽ അതിലൊരു വ്യക്തി തന്റെ ആകാംക്ഷ മൂലം അതിരാവിലെ എഴുന്നേറ്റ് ഈ സഭാ ഹാളിൽ ചെന്ന് ഈ മിഷനറിയെ കണ്ട് രാത്രിയിൽ നടന്ന സംഭവം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കണ്ട ആ സമയത്ത് ഞാനിവിടെ മുറ്റിന്മേൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇനിയും ഈ ദേശത്ത് രക്ഷിക്കപ്പെടാനുള്ള പ്രിയപ്പെട്ടവർ തെറ്റായ വഴികളെ വിട്ട് ദൈവഭാഗത്തേക്ക് കടന്നു വരേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ കണ്ടെന്ന് പറയുന്നവർ ഒരുപക്ഷേ ദൈവം എന്നെ സംരക്ഷിക്കാൻ അയച്ച ദൂതന്മാരായിരിക്കും. എന്നിട്ട് അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. ആ വ്യക്തി ദൈവഭാഗത്തേക്ക് വരാനായിട്ട് ഇടയായിട്ട് അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ ദൈവദാസൻ അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം സഭയിൽ ചെന്ന് ശുശ്രൂഷയുടെ സമയത്ത് ഈ അനുഭവ സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം തനിക്ക് സംഭവിച്ച കാര്യത്തെക്കുറിച്ചുള്ള സാക്ഷ്യം അദ്ദേഹം സഭയിൽ പറഞ്ഞപ്പോൾ എൽഡേഴ്സിൽ ഒരാള് എഴുന്നേറ്റ് നിന്ന് ആ തീയതിയും സമയവും ഒന്നും കൂടെ ചോദിച്ചു. എന്നായിരുന്നു, ഏത് സമയത്തായിരുന്നു? എന്നിട്ട് അദ്ദേഹം വികാരഭരിതനായിട്ട് ഇപ്രകാരം പറഞ്ഞു, ബ്രദർ പറഞ്ഞ ആ സമയത്ത് ആ ദിവസം ഞങ്ങൾ 8 സഹോദരന്മാർ ഈ ഹോളിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നോക്കുക, ദൈവമക്കളെ കരുതുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൂട്ടു സഹോദരങ്ങൾ ഉള്ളപ്പോൾ ദൈവമക്കളെ സംരക്ഷിക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അയക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മുടെ എല്ലാ വഴികളിലും നമ്മെ കാക്കേണ്ടതിന്
അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചു. പല സന്ദർഭങ്ങളിലും ഈ ദൂതന്മാരുടെ ശുശ്രൂഷ നാം അനുഭവിച്ചിട്ടുണ്ട്, പക്ഷെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രം. ദൈവത്തിന്റെ നിയോഗപ്രകാരം നമ്മുടെ സംരക്ഷണത്തിനായിട്ട് ദൈവം അയച്ചിരിക്കുന്ന, ദൈവം നിയോഗിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ, അവരുടെ ആ സംരക്ഷണ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അടുത്തതായിട്ട് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവർക്ക് മാർഗനിർദ്ദേശം നൽകാനായിട്ട്, അവർക്ക് വഴി കാട്ടാനായിട്ട് ദൈവം ദൂതന്മാരെ നിയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 26-ാം വാക്യം. അവിടെ ഫിലിപ്പോസിന്റെ ശമര്യയിലെ ശുശ്രൂഷ കഴിഞ്ഞുള്ള ഒരു ഭാഗമാണ്. കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ദൂതൻ, ദൈവം തന്റെ ദൂതനെ അയച്ചിട്ട് ദൂതൻ മുഖാന്തരം ഫിലിപ്പോസിനോട് അറിയിക്കുകയാണ്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം. ഫിലിപ്പോസ് അനുസരിച്ചു. അവിടെ വെച്ച് ഷണ്ഡനെ കാണുന്നതിനും ഷണ്ഡനോട് സുവിശേഷം പറയുന്നതിനും അവൻ കർത്താവിൽ വിശ്വസിക്കുന്നതിനും അവനെ സ്നാനപ്പെടുത്തുന്നതിനും അതിലൂടെ ആ ഷണ്ഡനായ മന്ത്രി ഉൾപ്പെട്ട് നിൽക്കുന്ന രാജ്യം സുവിശേഷം കേൾക്കുന്നതിനും ഇടയായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മറ്റൊന്ന്, വിശ്വാസികളുടെ ജീവിതം, പെരുമാറ്റം എന്നിവ നിരീക്ഷിക്കുന്നതിന് ദൈവം ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. നോക്കി 1 തിമോത്തിയോസ് അതിന്റെ 5-21 വാക്യം. തിമോത്തിയോസിന് എഴുതി 1-ാം ലേഖനം 5-ാം അധ്യായം 21 വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണമെന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും ശ്രേഷ്ഠദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. ശ്രേഷ്ഠദൂതന്മാരെ സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. അന്നേരം നമ്മോടുള്ള ബന്ധത്തിൽ നമ്മെ വീക്ഷിക്കുന്നതിന് ദൈവം തന്റെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിശാചും തന്റെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെ പറയുകയുണ്ടായി, പിശാചിന്, സാത്താന് ഒരു സമയത്ത് ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരിക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഓരോ വിശ്വാസിയെയും തെറ്റിക്കുന്നതിന് അവന്റെ ചുറ്റും ആരുണ്ട്? ഈ വീണുപോയ ദൂതന്മാരുണ്ട്, ഭൂതങ്ങളുണ്ട്. ഭൂതങ്ങൾ ഇംഗ്ലീഷിൽ അതിന് ഡീമൺസ് എന്ന് പറയും. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് നമ്മോടുള്ള ബന്ധത്തിൽ ആരുണ്ട്? സേവകാത്മാക്കളാണ്. നമ്മെ ശ്രദ്ധിക്കുന്ന, നമ്മെ വീക്ഷിക്കുന്ന ദൂതന്മാരെയും നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടും കൂടി ആ സഹോദരിമാരോട് പറഞ്ഞിരിക്കുന്നത് എന്താ? സഭയെ വരുമ്പം എങ്ങനെ ഇരിക്കണമെന്നാ? തലയിൽ മൂടുപടം ഇട്ടുകൊണ്ടിരിക്കണം. രക്ഷിക്കപ്പെട്ട എല്ലാ സഹോദരിമാരും സഭായോഗത്തിന് വരുമ്പോൾ മാത്രമല്ല, സഭയുടെ അടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴും, സഭയുടെ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴും, ഏത് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴും തലയിൽ മൂടുപടം ഇട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം. അത് ശ്രദ്ധിക്കുന്ന, അനുസരിക്കുന്ന സഹോദരിയാണോ, അനുസരിക്കുന്ന സ്ത്രീയാണോ, ദൈവവചനം അനുസരിക്കുന്ന വ്യക്തിയാണോ എന്ന് സശ്രദ്ധ വീക്ഷിക്കുന്ന ദൂതന്മാരുണ്ട്. ദൈവം നമ്മെ സഹായിക്കും. പലപ്പോഴും നമ്മുടെ പൊതു ശുശ്രൂഷകളിലൊന്നും അത് പറയാറില്ല. അടക്ക ശുശ്രൂഷയിലും വിവാഹ ശുശ്രൂഷയിലും പൊതുവായി നടക്കുന്ന ഏത് ശുശ്രൂഷയിലും ലീഡ് ചെയ്യുന്ന സഹോദരന്മാര് പ്രത്യേകം അത് പറയണം. വചനമനുസരിക്കുന്ന രക്ഷിക്കപ്പെട്ട സഹോദരിമാരെല്ലാവരും, എല്ലാ സ്ത്രീകളും തലയും മുഴുവനെന്ന് പറയാൻ മൊത്തത്തിൽ അവിശ്വാസികളൊക്കെ വരുന്നുണ്ട്. എന്നാൽ അറ്റ്ലീസ്റ്റ് ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട സഹോദരിമാർ നിശ്ചയമായും ദൈവസഭയിൽ, സഭായോഗങ്ങളിൽ, ദൈവമക്കൾ കൂടി വരുന്ന യോഗങ്ങളിൽ
തലയിൽ മൂടുപടമിട്ടുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കണം. കാരണം അവരെ ശ്രദ്ധിക്കുന്ന, നമ്മെ ശ്രദ്ധിക്കുന്ന ദൂതന്മാരുടെ ശുശ്രൂഷയുണ്ട്. മറ്റൊന്ന്, വിശ്വാസികളുടെ ആത്മാക്കളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്ന ശുശ്രൂഷ ദൂതന്മാരുടെ ശുശ്രൂഷയാണ്. ലൂക്കോസ് 16:22. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. യേശുക്രിസ്തു പറഞ്ഞ ചരിത്രം നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ധനവാൻ മരിച്ചു, ലാസർ മരിച്ചു. ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൂതന്മാരുടെ ശുശ്രൂഷ നമ്മോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ നിലയിലൊക്കെ കാണുവാനായിട്ട് സാധിക്കും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമാണ് നാം എന്നുള്ളത് തീർച്ചയായിട്ടും ഓർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തതായിട്ട് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൂതന്മാരുടെ വീഴ്ചയും അവരുടെ ഭാവിയും. ദൂതന്മാരുടെ വീഴ്ചയും അവരുടെ ഭാവിയും. നമ്മൾ അതിൽ ആദ്യം ചിന്തിക്കേണ്ടത് ലൂസിഫറിനെ കുറിച്ചാണ്. ലൂസിഫറിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന 2 വചനഭാഗങ്ങളാണ് യെശയ്യാവ് 14 യെഹെസ്കേൽ 28. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 14 അതിന്റെ ഇരട്ടി 28. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലും യെഹെസ്കേലിന്റെ പ്രവചനം 28-ാം അധ്യായത്തിലും നമുക്ക് ആ പരാമർശം കാണാനായിട്ട് സാധിക്കും. അന്നേരം ഒന്ന്, സാത്താന്റെ ഉത്ഭവവും വീഴ്ചയും. നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ യെഹെസ്കേൽ അതിന്റെ 28-12 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. യെഹെസ്കേൽ 28-12 മുതൽ. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിലുള്ള നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവമർദ്ദനത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ച് പോകുന്നു. ഒരു രാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശമാണ്, വിലാപമാണെങ്കിലും അതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ലൂസിഫറിനെ കുറിച്ചും ലൂസിഫറിന്റെ പാപത്തെക്കുറിച്ചും ഓർപ്പിക്കുന്ന ഒരു വചനഭാഗമായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് കഴിയും. അതിന്റെ അവസാനം വരുമ്പോൾ, അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകും. ദൂതന്മാരിൽ നമ്മൾ പല വിഭാഗങ്ങൾ കണ്ടതിൽ കെരൂബുകൾ എന്നുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട് ഒരു ദൂതനായിരുന്നു ലൂസിഫർ. അഹങ്കാരം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും അവന് വീഴ്ച സംഭവിക്കുകയും ചെയ്തു എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് യെശയ്യാവ് 14-12 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. യെശയ്യാവ് 14-12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇംഗ്ലീഷിൽ നമ്മൾ ആ 12-ാം വാക്യം വായിക്കുന്നത്, How art thou fallen from heaven, O Lucifer, the son of the morning. മലയാളത്തിൽ അരുണോദയ പുത്രനായ ശുക്ര എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഓ ലൂസിഫർ, ദ സൺ ഓഫ് ദ മോർണിംഗ്. ലൂസിഫർ കിരൂബുകളിൽ ഒരുവനായിരുന്ന ലൂസിഫർ
അവന്റെ പാപം എന്തായിരുന്നു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. അവൻ ഹൃദയത്തിൽ ചിന്തിച്ച ആ ചിന്തയാണ്. സർവജ്ഞാനിയായ ദൈവം ആ ലൂസിഫറിന്റെ ചിന്ത മനസ്സിലാക്കി. നാം ഇവിടെ വായിക്കുന്നു, നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ. നമ്മള് മൂപ്പന്മാരുടെ യോഗ്യത പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് 1 തിമോത്തിയോസ് 3:6 നമ്മൾ വായിക്കുന്നത് എന്താ? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനെ മൂപ്പനായിട്ട് അംഗീകരിക്കരുത് എന്ന് പൗലോസ് ഓർപ്പിക്കുന്ന ഭാഗത്ത് എടുത്തു പറയുന്ന കാര്യമാണ്. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവ്. ദൈവത്തെക്കാൾ വലിയവനാകുവാനുള്ള, ദൈവത്തിന്റെ സ്ഥാനമെടുക്കുവാനുള്ള ഒരു മോഹം, ഒരു ആഗ്രഹം ലൂസിഫറിന്റെ ജീവിതത്തിൽ വരുവാനായിട്ടിടയായിരുന്നു. എന്നിട്ട് അവനെ തുണയ്ക്കാനായിട്ടും ഒരു കൂട്ടം ആൾക്കാര് ഉണ്ടായിരുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം 12:3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം, അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകോട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ദൂതന്മാരിൽ ഒരു വലിയ സംഘത്തെ അവന്റെ കൂട്ടാളികളാക്കി കൊണ്ടുപോകുവാനായിട്ട് ആർക്ക് കഴിഞ്ഞു? ലൂസിഫറിന് കഴിഞ്ഞു. അവരുടെ നേതാവ് ലൂസിഫർ ഇന്ന് സ്വതന്ത്രനായി നടക്കുന്നു. ലൂസിഫറിന്റെ കൂടെ വീണുപോയ ദൂതന്മാർ ഒരു കൂട്ടം സ്വതന്ത്രരായി വിഹരിക്കുന്നു, ഒരു കൂട്ടം അന്ധകാരം നിറഞ്ഞ മുറിയിൽ ചങ്ങലയിൽ കിടക്കുന്നു. അതാണ് പിശാചിന്റെ, സാത്താന്റെ, ഡെവിളിന്റെ ആരംഭം. ആ ഡെവിളിന്റെ ഫോളോവേഴ്സ് ആണ് ഭൂതങ്ങൾ. ഭൂതങ്ങളുണ്ടോ? നമ്മളൊക്കെ കുഞ്ഞുങ്ങള് എവിടെന്നെങ്കിലും ചില കഥകളൊക്കെ കേട്ടിട്ട്, മമ്മി ഭൂതങ്ങളുണ്ടോ? ഭൂതങ്ങൾ അത് ഹിന്ദുക്കളൊക്കെ പറയുന്നതാ. ദൈവമില്ലാത്തവര് പിള്ളേരെ പേടിപ്പിക്കാനൊക്കെ പറയുന്ന കാര്യമായി ഭൂതങ്ങളെന്നൊക്കെ. ഭൂതങ്ങളുണ്ടോ? കുഞ്ഞുങ്ങളെ അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. ഭൂതങ്ങളില്ല, ഭൂതങ്ങളുണ്ട്. ഭൂതങ്ങൾ ഉണ്ട്. ആരാ ഭൂതങ്ങൾ? ലൂസിഫറിനോടൊപ്പം, പിശാചിനോടൊപ്പം അവന്റെ വലയിൽ അകപ്പെട്ട ഒരു കൂട്ടം വീണുപോയ ദൂതന്മാർ. നല്ല ദൂതന്മാരല്ല, പിശാചിനോടൊപ്പം വീണുപോയ, കെട്ടുപോയ ദൂതന്മാർ. ആ ദൂതന്മാരിൽ ഒരു കൂട്ടം ദൂതന്മാർ സ്വതന്ത്രരായി വിഹരിക്കുന്നു, ഒരു കൂട്ടം ദൂതന്മാരെ ചങ്ങലയ്ക്ക് ഇട്ടിരിക്കുന്നു. എവിടാണ് നമ്മൾ വായിക്കുന്നത്? നോക്കിയേ, പത്രോസ് എഴുതിയ 2-ാം ലേഖനം 4-ാമത്തെ വാക്യം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും. അതേ കാര്യം തന്നെ യൂദയും പറയുന്നുണ്ട്. യൂദ എഴുതിയ ലേഖനം 6-ാമത്തെ വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു.
ഇവരെ വീണുപോയ ദൂതന്മാരുടെ തലവൻ ലൂസിഫർ. ലൂസിഫറിനെ പിന്നെ ബൈബിൾ വിളിക്കുന്ന പേരെന്താ? പിശാച്, ഡെവിൾ, സാത്താൻ. പിന്നെ പഴയ സർപ്പം. ഏത് സർപ്പമാണ്? ഹവ്വാമ്മച്ചിയെ പ്രലോഭിപ്പിച്ച് ഹവ്വാമ്മച്ചിയെ കൊണ്ട് തെറ്റ് ചെയ്യിച്ച് നമ്മളെയൊക്കെ പാപികളാക്കി തീർത്ത ആ മഹാസർപ്പം. പിശാച് അതിന്റെ ലീഡർ സ്വതന്ത്രനായി നടക്കുന്നു. തന്നോടൊപ്പം വീണുപോയ ദൂതന്മാരിൽ ഒരു കൂട്ടർ സ്വതന്ത്രരായി പോകുമ്പോൾ ഒരു കൂട്ടർ ചങ്ങലയിൽ കിടക്കുന്നു. അതിന്റെ കാരണം എന്താ? ബൈബിളിൽ അതിന്റെ കാരണമൊന്നും പറയുന്നില്ല. പക്ഷെ അതിന് കാരണം കണ്ടെത്തി പറയുന്നവരൊക്കെ ഉണ്ട്. അവർ പറയുന്നു. ഇവരെ സ്വതന്ത്രരായി നടക്കുന്ന പിശാചിന്റെ ആജ്ഞാനുവർത്തികളായി പിശാചിന്റെ ദൗത്യം നിർവഹിക്കുവാനായി ഈ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടദൂതന്മാരാണ് ഡീമൺസ്, അല്ലെങ്കിൽ മലയാളത്തിൽ ഭൂതങ്ങൾ. ഭൂതങ്ങൾ ഭൂതങ്ങൾ ഉണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ച് സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ നമ്മളിവിടെ വായിച്ചത് മഗ്ദലക്കാരത്തി മറിയയിൽ നിന്ന് യേശുക്രിസ്തു എത്ര ഭൂതങ്ങളെയാ? 7 ഭൂതങ്ങളെ പുറത്താക്കിയത്. ഈ മർക്കോസ് എഴുതിയ സുവിശേഷം നോക്കിയേ. മർക്കോസ് 16-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. അവൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷരായി. ഈ ഭൂതങ്ങൾക്ക് മനുഷ്യനെ ബാധിക്കാനായിട്ട് കഴിയും, മനുഷ്യന് രോഗം കൊണ്ടുവരാനായിട്ട് കഴിയും, മനുഷ്യനെ അപകടപ്പെടുത്താനായിട്ട് കഴിയും. പക്ഷെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ഈ ഭൂതങ്ങൾ ഒരു തരത്തിലും ബാധിക്കയില്ല. കാരണം ആരുണ്ട് നമ്മോട് കൂടെ? ഒന്ന്, നമ്മിൽ ആരാ വസിക്കുന്നത്? നമ്മിൽ ആരാ വസിക്കുന്നത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് മാത്രമല്ല, പിന്നെ ആരാ? ദൂതന്മാർ നമ്മിൽ വസിക്കുന്നില്ല. ദൂതന്മാർ എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. ഇടത്തുണ്ട്, ഫ്രണ്ടിലുണ്ട്, പുറകിലുണ്ട്, വലത്ത്, ഇടത്തും വലത്തും ഒക്കെ ദൂതന്മാര് ഉണ്ട്. നമ്മിലാരാണ്? നോക്കി എഫേസ്യ ലേഖനം 4:6. എഫേസ്യ ലേഖനം 4:6 അവിടെ നമ്മൾ വായിക്കുന്നത്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഒരു വർഷം എന്താ പറയുന്നത്? എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ആരാ നമ്മിൽ വസിക്കുന്നത്? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിതാവായ ദൈവം നമ്മിൽ വസിക്കും. സംശയമുണ്ടോ? കർത്താവ് പറഞ്ഞു, നമ്മൾ ഇന്നലെ ചിന്തിച്ചതാ, 2-3 പേർ അല്ലെ, ഇന്ന് രാവിലെ അല്ലേ, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ, ദൈവസഭയുടെ ചുമതലയിൽ കൂടി വരുമ്പോൾ കർത്താവ് നടുവിൽ. ഇനി മത്തായി 28-ാം അധ്യായത്തിന്റെ അവസാനത്തെ സെൻസ് എന്താ? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ. നടുവിലുണ്ട്, കൂടെയുണ്ട്. കൊലോസ്യർ 1:27 എന്താ പറയുന്നത്? ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു
നിങ്ങളിൽ. പിതാവ് നമ്മിലുണ്ട്, പുത്രൻ നമ്മിലുണ്ട്. ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. അവിടെ യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. കർത്താവ് എന്താ പറയുന്നത്? 23-ാമത്തെ വാക്യം, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഞങ്ങൾ ആരാ? ഞങ്ങൾ, ഞാനും പിതാവും. ഈ ഭാഗത്ത് ഞങ്ങൾ, ഞാനും പിതാവും നമ്മിൽ, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം. പിതാവ് നമ്മിലുണ്ട്, പുത്രൻ നമ്മിലുണ്ട്, പിന്നെ ആദ്യം പറഞ്ഞ ഉത്തരം ആരാ? പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ട്. അത് നമ്മളിന്ന് രാവിലെ ചിന്തിച്ചതാ. പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ഈ ശരീരം. 1 കൊരിന്ത്യർ 6-19 വാക്യം. അങ്ങനെയുള്ള ഒരു വിശ്വാസിയെ ഭൂതം ബാധിക്കുന്നു. ദൈവം വസിക്കുന്ന, പിതാവായ ദൈവം വസിക്കുന്ന, പുത്രനായ ദൈവം വസിക്കുന്ന, പരിശുദ്ധാത്മാവായ ദൈവം വസിക്കുന്ന, വീണ്ടും ജനിച്ച ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന് ഭൂതം ബാധിക്കുമോ? ഇല്ലേ, ഇല്ല. ഒരു ദൈവപൈതലിനെ ഒരിക്കലും ഒരു ഡീമൺ പൊസസ് ചെയ്യാനായിട്ട് കഴിയുകയില്ല എന്ന ദൈവവചനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാനുണ്ട്. അതായത് നമുക്കൊരു ധൈര്യമാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഈ ഭൂതങ്ങൾ നിറഞ്ഞ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, പിശാചിന്റെ പ്രവർത്തനം നിറഞ്ഞ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ധൈര്യം എന്നുള്ളത്, എന്നിൽ ത്രിയേക ദൈവം വസിക്കുന്നു, ജീവനുള്ള ദൈവം എന്നിൽ വസിക്കുന്നത് കൊണ്ട് എനിക്ക് പിശാചിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്. എന്താ? 1 പത്രോസ് 5-ാം അധ്യായം 8-ാമത്തെ വാക്യം, ഉണർന്നിരുപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. പിശാചിങ്ങനെ തിരിഞ്ഞ് ചുറ്റി നടക്കുകയാണ്. ആ വാക്യം തന്നെ നമ്മെ ഓർപ്പിക്കുന്നത് പിശാചിന്റെ ബലഹീനത. നമ്മൾ വായിക്കുന്ന എന്താ? പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു. സിംഹം ഏതെങ്കിലും ജീവികളെ വിഴുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടോ? പശുവിന് പുല്ലിട്ട് കൊടുത്താൽ, തീറ്റിയിട്ട് കൊടുത്താൽ അത് വിഴുങ്ങും, പിന്നെ അയവിറക്കി അത് ദഹിപ്പിക്കുന്ന നമുക്കൊക്കെ അറിയാം. നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറുണ്ട്. ഒരു സിംഹത്തിന്റെ മുമ്പിലേക്ക് ഒരു മൃഗത്തെ, ഇരയെ കിട്ടിയാൽ എന്ത് ചെയ്യും? അത് കൂർത്ത പല്ലുകൾ കൊണ്ട്, നഖങ്ങൾ കൊണ്ട് വലിച്ച് കീറും. ഇവിടെ പിശാച് എന്താ നമ്മൾ വായിക്കുന്നത്? വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ പല്ല് പോയ സിംഹമായപ്പോൾ ആരും പിശാച്, പല്ലും നഖവും ഒക്കെ പോയി പരാജയപ്പെട്ട സിംഹമാ പിശാച്. നമ്മളെന്താ വചനത്തിൽ വായിക്കുന്നത്? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട്, എബ്രായർ 2:14, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവരും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ ശക്തിരഹിതനാക്കി. നീക്കി എന്നുള്ള മലയാളം കറക്റ്റ് അല്ല, ശക്തിരഹിതനാക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നു നമ്മയൊക്കെ വിടുവിച്ചു. ഇപ്പൊ സിംഹമാരാ? പല്ലുപോയ പിശാചാര, പല്ലുപോയ സിംഹമാ, നഖം പോയ സിംഹമാ. അപ്പൊ അവന് വിഴുങ്ങാനേ കഴിയും. അതുകൊണ്ട് ആ വിഴുങ്ങാൻ ചുറ്റി നടക്കുന്ന സിംഹത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ദൈവം നമ്മെ ഈ പിശാചിന്റെ ഒക്കെ ഭാവി എന്താ? സാത്താന്റെ അന്ത്യം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കി, വെളിപ്പാട് പുസ്തകം 20, അവിടെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് ഈ പിശാചിനെ 1000 ആണ്ടേക്ക് ചങ്ങലയ്ക്കിടും. അതിന്റെ 20-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു.
1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവരെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം അവരെ അല്പകാലത്തെ കഴിച്ച് വിടേണ്ടതാണ്. 7-ാം വാക്യം, 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. എന്നിട്ട് അവസാനം നമ്മൾ വായിക്കുന്നത് 10-ാമത്തെ വാക്യം, അവരെ വഞ്ചിച്ച പിശാചിന് മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധകത്തി പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്ക് രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം എന്തിനാ നരകം ഉണ്ടാക്കിയത്? പിശാചിനും അവന്റെ ദൂതന്മാർക്കും. എന്നിട്ട് പിശാചും അവന്റെ ദൂതന്മാരും നിത്യമായ നരകത്തിലേക്ക് ചെന്ന് പതിക്കും. അവർക്കായിട്ടാ ദൈവം നരകം ഒരുക്കിയത്. ആ പിശാചിനെ അനുഗമിച്ച് ആ പിശാചിന്റെ വഴിയിലൂടെ പോകുന്ന മാനസാന്തരപ്പെട്ട മനുഷ്യനും അതേ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ടിടയായിട്ട് തീരും. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും എന്നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ഇതുവരെയും നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത, യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിക്കാത്ത ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിനക്കും വേണ്ടിയാ യേശുക്രിസ്തു മരിച്ചത്. ദൈവം മനുഷ്യനായി തീർന്ന് കാൽവറി ക്രൂശിൽ യാഗമരണം അനുഭവിച്ചത്. പ്രിയ സഹോദര സഹോദരി, നിന്റെ ഈ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. നിന്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നതിനാണ് അവിടുത്തെ വിലയേറിയ രക്തം ക്രൂശിൽ ചൊരിയുവാനായിട്ട് ഇടയായി തീർന്നത്. അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ആ യേശുക്രിസ്തുവിന്റെ മരണം എൻ പേർ കാണുന്നു, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്നോ, എനിക്ക് രക്ഷ നൽകുന്നതിന് വേണ്ടിയാണെന്നോ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച യേശുവിന്റെ കർത്തൃത്വം അംഗീകരിക്കുമെങ്കിൽ അക്ഷണം താങ്കൾക്കും ഒരു ദൈവ മകനായ മകളായി തീരാനായിട്ട് കഴിയും. ഈ വരുന്ന ആ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ള വ്യക്തിയായിട്ട് തീരാനായിട്ട് കഴിയും. ഇതിനാഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രകാരം പ്രാർത്ഥിക്കുക. ദൈവമേ, ഞാനൊരു പാപിയാണ്, ഇതുവരെയും പാപത്തിന്റെ വഴിയിൽ ജീവിച്ച വ്യക്തിയാണ്. എന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശുവേ കർത്താവേ, അവിടുന്ന് ക്രൂശിതനായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ മരണം എന്റെ മരണം നീക്കുവാനായിരുന്നു എന്നുള്ളത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അങ്ങേ ഞാൻ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുമെങ്കിൽ അക്ഷണം ദൈവ മകനായി മകളായി തീരാനായിട്ട് കഴിയും. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാൻ ദൈവം അധികാരം കൊടുത്തു. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശു ക്രിസ്തുവിനെ പരസ്യമായി ഉയർത്തിയിരിക്കുന്നു. ആ ക്രിസ്തുവിലേക്ക് നോക്കി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, ദൈവമകനായ മകളായി തീരുവാൻ, അങ്ങനെ ഈ നിത്യനാശത്തിൽ നിന്ന് ഒഴിവുള്ളവരായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്നുമെന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ.